ഇൻവോയ്സസ് എങ്ങനെയാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഡ്യൂ ആയി നിൽക്കുന്ന ഇൻവോയ്സ് ഏതെങ്കിലും കാരണം കൊണ്ട് ഇനി ഫ്യൂച്ചറിൽ നമുക്കത് റിസീവ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ ഇൻവോയ്സിന്റെ എമൗണ്ട് ബാഡ് ഡെപ്റ്റ് ആയിട്ട് പ്രിയാൻഡിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സോഹോ ബുക്സിൽ നമ്മളത് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ആ ഡ്യൂ ആയി നിൽക്കുന്ന ഇൻവോയ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇതിന്റെ ഈ റെക്കോർഡ് പേയ്മെന്റ് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ റൈറ്റ് ഓഫ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുക. ഏത് ഡേറ്റിലാണ് ഈ എൻട്രി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ റീസണും കൊടുക്കുക. ഇപ്പൊ റീസൺ ആയിട്ട് ഞാൻ ബാഡ് ഡെപ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. റൈറ്റ് ഓഫ് എന്നുള്ളത് കൊടുക്കുന്നു. ആ സമയത്ത് ആ ഇൻവോയ്സിന്റെ സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക് ആയിട്ട് പെയ്ഡ് ആയി മാറുകയും ചെയ്യും. അതിന്റെ ജേർണൽ എൻട്രി പോസ്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ബാഡ് ഡെപ്റ്റ് എന്നുള്ള അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് അതിന്റെ പോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ എന്നുള്ള അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ റൈറ്റ് ഓഫ് ചെയ്തതിന്റെ എൻട്രി പോസ്റ്റ് അയക്കുന്നത്. ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന 2 എൻട്രീസ് ആണ്. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അക്കൗണ്ട് റിസീവബിൾ. ഇതേ ഒരു എൻട്രി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് അയക്കുന്നതും കൂടെ ഞാൻ നോക്കാം. ഇതിൽ കാണുന്നുണ്ടല്ലോ, ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1750 നമുക്ക് ഇതിലേക്ക് പോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത ആ ഒരു എമൗണ്ട് ആണ്.